അമ്മ പോയ സങ്കടം കെട്ടടങ്ങും മുമ്പേ ആ രണ്ട് കുരുന്നുകൾക്ക് പിതാവിനെയും നഷ്ടമായിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ ആ രണ്ട് കുട്ടികൾ അന്യനാട്ടിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ്. സന്തോഷത്തോടെ സമ്പന്നതയുടെ നടുവിൽ കഴിഞ്ഞിരുന്ന ഒരു കുടുംബം. പക്ഷേ തികച്ചും ആകസ്മികമായാണ് ആ കുട്ടികൾക്ക് അമ്മയെ നഷ്ടമാകുന്നത്. തൊട്ടു പിന്നാലെ പിതാവിനെയും. കോട്ടയം ചിങ്ങവനം സ്വദേശിനിയായ സോണിയ കാലിന് ഒരു സർജറി സംബന്ധമായാണ് 10 ദിവസങ്ങൾക്ക് മുൻപ് UK-യിൽ നിന്നും നാട്ടിലേക്ക് പോകുന്നത്. സർജറിക്ക് ശേഷം UK-യിലേക്ക് കഴിഞ്ഞ ദിവസം രാവിലെ 10:30-യോടെയാണ് തിരിച്ചെത്തിയത്. നാട്ടിൽ നിന്നും മടങ്ങിയെത്തുന്ന ഭാര്യയെ സ്വീകരിക്കാനായി ഭർത്താവ് അനിലും അമ്മ ചികിത്സ കഴിഞ്ഞ് എത്തി വേദനയില്ലാതെ നടക്കുന്നത് കാണാൻ കാത്തിരുന്ന മക്കളും എയർപോർട്ടിലെത്തിയിരുന്നു. നാട്ടിൽ നിന്നുള്ള നീണ്ട യാത്ര കഴിഞ്ഞ് എത്തിയതിനാൽ കുളിക്കാനുള്ള തയ്യാറെടുപ്പിനിടയിലാണ് സോണിയ പൊടുന്നനെ കുഴഞ്ഞു വീഴുന്നത്. മുകളിൽ നിന്നും ശബ്ദം കേട്ട് അനിൽ ഓടിയെത്തി കൈകളിൽ കോരിയെടുത്ത സങ്കടമാണ് കഴിഞ്ഞ ദിവസം മുഴുവൻ ഹതഭാഗ്യവാനായ ഭർത്താവിനെ തന്നെ ആശ്വസിപ്പിക്കാനെത്തിയവരോട് പറയാനുണ്ടായിരുന്നത്. മക്കളും ആ കരൾ പിടയുന്ന കാഴ്ചയ്ക്ക് ദൃക്സാക്ഷികളായിരുന്നു. ഉടൻ തന്നെ വൈദ്യസഹായം നൽകി സോണിയെ രക്ഷിക്കാൻ ശ്രമിച്ചുവെങ്കിലും അതിനിടയിൽ തന്നെ മരണം സംഭവിച്ചിരുന്നു. തന്റെ നല്ല പാതിയുടെ ആകസ്മിക വിയോഗത്തെ തുടർന്ന് അഗാധമായ ദുഃഖത്തിലായിരുന്നു അനിലുണ്ടായിരുന്നത്. സുഹൃത്തുക്കളും ബന്ധുക്കളുമെല്ലാം ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അതിലെല്ലാം വലുതാണ് തനിക്ക് നേരിട്ട നഷ്ടമെന്ന് തിരിച്ചറിഞ്ഞ അനിൽ ഒരു പോള കണ്ണടയ്ക്കാതെ കഴിഞ്ഞ ദിവസം രാത്രി മുഴുവൻ കഴിച്ചു കൂട്ടിയിരുന്നു. അനിലിനെ ഒറ്റയ്ക്ക് വിടാതെ കൂട്ടിരിക്കാൻ അകന്ന ബന്ധുക്കളടക്കം ഇന്നലെ വീട്ടിലുണ്ടായിരുന്നു. എന്നാൽ ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി എല്ലാവരും ഉറങ്ങിയ സമയത്ത് അനിൽ വീട്ടിൽ നിന്നും പുറത്തേക്കിറങ്ങി വീട് പുറത്തുനിന്നും പൂട്ടിയ ശേഷം പുറകിലുള്ള ഒരു വിജനമായ പ്രദേശത്ത് വെച്ച് തൂങ്ങി മരിക്കുകയായിരുന്നു. തുടർന്ന് ഇന്ന് പുലർച്ചെ UK സമയം 4:30-യോടുകൂടി അനിലിനെ കാണാതെ വന്നതോടെ അയൽവാസികളും സുഹൃത്തുക്കളും അന്വേഷിച്ചെത്തിയപ്പോഴാണ് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുന്നത്. ഭാര്യയുമായി അടുത്ത ആത്മബന്ധമുണ്ടായിരുന്ന അനിൽ സോണിയയുടെ മരണത്തിൽ കടുത്ത ദുഃഖിതനായിരുന്നു. സോണിയുടെ ഭൗതികദേഹം നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ അനിലിന്റെയും അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. സോണി റെസ്റ്റിച്ചിയിലെ അലക്സാണ്ട്ര ഹോസ്പിറ്റലിൽ നഴ്സായി ജോലി ചെയ്തു വരികയായിരുന്നു. അനിൽ ആശ്രിത വിസയിലായതിനാൽ സോണിയുടെ വിസ ഉടനെ കാലാവധി പൂർത്തിയാകുമെന്നതിനാൽ UK-യിൽ തുടരാനുള്ള നിയമസഹായം തേടി അനിലിന്റെ സുഹൃത്തുക്കൾ ഇന്നലെ ബ്രിട്ടീഷ് മലയാളിയെയും ബന്ധപ്പെട്ടിരുന്നു. മുൻകാലങ്ങളിൽ മരണപ്പെട്ടവരുടെ സംസ്കാരം UK-യിൽ നടത്തിയാൽ മാനുഷിക പരിഗണനയിൽ ആശ്രിത വിസയിലുള്ളവർക്കും തുടർന്ന് UK-യിൽ കഴിയാൻ അനുവാദം നൽകുന്ന രീതിയുണ്ടായിരുന്നു. എന്നാൽ കടുത്ത കുടിയേറ്റ നിയമങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ആ കാര്യത്തിൽ ഉറപ്പു നൽകാൻ കഴിയില്ല എന്നാണ് അവർക്ക് കിട്ടിയ സൂചനകൾ. ഇക്കാര്യം അനിലും അറിഞ്ഞിരിക്കാമെന്നതാണ് ഇപ്പോൾ സംശയിക്കുന്നത്. തന്റെ മരണത്തോടെ മക്കൾക്ക് അങ്ങനെയെങ്കിലും UK-യിൽ തുടരാൻ സാധിക്കുമായിരിക്കുമെന്നാകും നെഞ്ചുനേറിയ ആ പിതൃഹൃദയം അശുഭ തീരുമാനത്തിലേക്ക് എത്തും മുൻപേ കരുതിയിട്ടുണ്ടാവുക. കുട്ടികൾ 2 പേർക്കും പ്രായപൂർത്തിയാകാത്ത സാഹചര്യത്തിൽ എന്ത് തുടർ നടപടികൾ എന്ന കാര്യത്തിൽ അവ്യക്തത ഇപ്പോഴും തുടരുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.